ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് പൂ വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കോയമ്പത്തൂർ പൂ മാർക്കറ്റിലേക്ക് പോവാണ്. ഇതുവരെ പോയിട്ടില്ല. അവർ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൊക്കേഷന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പം മോർണിംഗ് 4:30 ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട്. ബണ്ടിൽ കണക്കിന് പൂക്കളാണ് കാറിലും ലോറിയിലും ഒക്കെ കൊണ്ടുപോകുന്നത്. ഒരു ചേട്ടൻ തോളത്തെടുത്തോട്ട് വരുന്ന കണ്ടില്ലേ. ഫോണിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ലൈറ്റ് ഭയങ്കര കുറവാണ്. പക്ഷെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പൂവൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഒരു ഈവൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്ക്, കോളേജിലേക്ക്, ക്ലബിലേക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ബാർഗിൻ ചെയ്ത് നമുക്ക് പൂക്കൾ എടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിലേക്ക് സിംഗിൾ യൂസിനാകുമ്പോൾ റീറ്റെയിൽ ആയിട്ട് നമുക്ക് തരാറുണ്ട്. ഒരുപാട് വെറൈറ്റി കളേഴ്സ് റോസസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഒട്ടും വാടിയതൊന്നും അല്ലായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സ് മാത്രം ഞാൻ നോക്കിയെടുത്തു. എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്. ലോഡെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു പൂവ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ വാടമല്ലിക്ക് വരെ അതാണ് എടുത്തത്. ഇത്ര അധികം പൂക്കളുടെ ഷോപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എന്ത് ചെയ്യണം, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി. അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഇതായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പൂക്കളുടെ ക്ലോസർ ഷോട്ട്. കണ്ടാൽ തന്നെ അറിയില്ലേ ഒട്ടും വാടിയതോ ഒന്നുമല്ല, കാരണം നമ്മൾ നാളത്തേക്കാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇത്രയും പൂക്കൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അറൗണ്ട് 300 റുപ്പീസ് ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ പൂക്കൾ നാട്ടിൽ നിന്ന് വാങ്ങുമ്പം ഒരുപാട് പൈസ ആയതുകൊണ്ട് കുറച്ച് പൂക്കളാണ് വാങ്ങുന്നത്. ഈ പ്രാവശ്യം ഒരുപാട് പൂക്കൾ. We will put it tomorrow and we will show you guys. Bye. See you in the next video. Subscribe to our channel.